you. I need someone to love me the whole day. ഹലോ ഗൈസ്, എല്ലാവർക്കും MK വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ ഷോർട്സ് വീഡിയോയിൽ നിങ്ങളടുത്ത് പറഞ്ഞ പോലെ ഞങ്ങൾ സെൻറ് ആൻഡ്രൂസ് ലേക്കിലേക്ക് പോയ കഥ ഡീറ്റെയിൽ ആയിട്ട് ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങൾക്കായിട്ട് വിവരിച്ചു തരുന്നതാണ്. ഞങ്ങൾ താമസിക്കുന്നത് ഇംഗ്ലണ്ടിലെ സൗത്ത് ഈസ്റ്റ് കൗണ്ടി ആയിട്ടുള്ള കെൻഡിലാണ്. അത്യാവശ്യം നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള ബ്യൂട്ടി ആയിട്ടുള്ള ഒരു കൗണ്ടിയാണ് കെൻഡ്. കെൻഡ് ട്രഡീഷണൽ ബ്യൂട്ടി ആണെന്ന് മാത്രമല്ല, ഇംഗ്ലണ്ടിലെ തന്നെ പൂന്തോട്ടം എന്നാണ് കെൻഡ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് കെൻഡിലെ സെന്റ് ആൻഡ്രൂസ് ലേക്ക് കാണാനാണ്. ഞങ്ങൾ താമസിക്കുന്നതിന്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങളവിടെ ചെന്നിറങ്ങുമ്പോഴേക്കും നല്ല വിശപ്പായിരുന്നു. അതുകൊണ്ട് ബർഗറും ചിപ്സും അത്യാവശ്യം ഓർഗാനിക് ഡ്രിങ്ക്സും ഒക്കെ കഴിച്ചാണ് നമ്മൾ തുടങ്ങിയത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് സാധാരണ ഒരു ഡെസേർട്ടൊക്കെ ഉണ്ടെങ്കിൽ അടുത്തപ്പുറത്ത് കടയിലൊക്കെ ഉണ്ടെങ്കിൽ അതെനിക്ക് പതിവായോണ്ട് തൊട്ടപ്പുറത്ത് ഐസ്ക്രീം കണ്ടപ്പോൾ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയില്ല. ഞാനും ഊക്കിബായും പോയി ഒരു ഐസ്ക്രീം പറഞ്ഞു. ലെമൺ ക്രഞ്ച് എന്ന് പറഞ്ഞൊരു ഫ്ലേവറാണ് ഞാൻ പറഞ്ഞത്. ആ പെണ്ണിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, ഇത് ഫിലിം ചെയ്യുന്നോണ്ട് കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു എൻ്റെ അടുത്ത് കുഴപ്പമില്ല. അങ്ങനെയാണ് ഞാൻ അവരുടെ പെർമിഷനോട് കൂടി ഇത് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാനൊരു ലെമൺ ക്രഞ്ചിയുടെ ഒരു ഡബിൾ സ്കൂപ്പാണ് കഴിച്ചത്. ഊക്കിബായ് അതേപോലെ തന്നെ ബട്ടർ സ്കോച്ചിന്റെ സാധാരണ ഒരു ഐസ്ക്രീമും കഴിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഐസ്ക്രീം ഒക്കെ കഴിച്ച് കിച്ചുമോൾക്ക് ഇത് ആദ്യം വേണ്ടാന്ന് പറഞ്ഞെങ്കിലും എന്റെ ഐസ്ക്രീമിൽ കൈയൊക്കെ ഇട്ട് വാരി ഞങ്ങൾ പതുക്കെ ആ വാലിയിലേക്ക്, ആ കടൽ തീരത്തേക്ക്, ആ ഷോറിലേക്ക് പതുക്കെ ഞങ്ങൾ കൈ പിടിച്ച് നടക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറച്ചധികം ദൂരം നടക്കാനുണ്ട്. നടക്കുന്ന വഴിക്ക് ഞാൻ ഇവൾക്ക് ഇവിടുത്തെ ലാൻഡ്സ്കേപ്പുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. ഇതിന്റെ ചരിത്രം വിവരിച്ചു കൊടുത്തു. ഇത് ഇവിടുത്തെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ തന്നെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ വന്നിറങ്ങിയ സമയത്ത് ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. അത് ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹവും, മറ്റൊരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ നല്ല ബോറിംഗും ആയിരുന്നു. ബിക്കോസ് ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഓളുള്ളൂ. അപ്പോൾ ആ ഒരു തരിപ്പ് മാറ്റാൻ വേണ്ടി ഞാൻ പറഞ്ഞു ഇവളുടെ അടുത്ത് നമുക്ക് എന്നാ ഡ്രോൺ പറപ്പിച്ച് കുറച്ച് വീഡിയോസ് എടുക്കാന്ന് പറഞ്ഞു. ഗൈസ്, അൺഫോർച്ചുനേറ്റ്ലി ഡ്രോൺ പറപ്പിച്ചപ്പോഴേക്കും കുറച്ച് നേരം ആയപ്പോഴേക്കും എനിക്ക് ഇൻഡിക്കേഷൻ വന്നു, ഇത് ഡ്രോൺ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്, ഇവിടെ പറപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. ആ പെണ്ണിനെ കാണിക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ അറിയാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു നിന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിറകിൽ നിന്നും ഒരാൾ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് ഡ്രോൺ പറപ്പിക്കാൻ പാടില്ല, ഇവിടെ അലൗഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞു, എന്നാ പിന്നെ നമുക്ക് ഡ്രോൺ പറപ്പിക്കണ്ട, കിട്ടിയ ഷോട്ട്സ് ലാഭം. അങ്ങനെ ഞാൻ ആ ഡ്രോൺ താഴെ ഇറക്കി. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്ന പോലെ തന്നെ അധികം ഉയരത്തിലേക്കൊന്നും ഈ ഡ്രോൺ പറപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് വളരെ സുന്ദരമായ വിഷ്വൽസ് ഒന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. ആകെ കവർ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീഡിയോ ആണ്. ഇതും തന്നെ ഞാൻ എടുക്കുമ്പോൾ ഫ്രണ്ടിലും പിറകിലും നിന്ന് ഒരുപാട് പേരെന്നെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ലാൻഡ്സ്കേപ്പിന്റെ കാര്യങ്ങളിലേക്ക് വരാം. ഇത് അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ആയതുകൊണ്ട് തന്നെ ഇവിടെ എൻ്റെ ഷോർട്സ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് ആക്ടിവിറ്റീസ് അവർ ഓഫർ ചെയ്യുന്നുണ്ട്. നമുക്ക് സിപ്പ് വയർ, അക്വാ പാർക്ക്, പിന്നെ ബോട്ട് റെന്റലിന് എടുത്തിട്ട് നമുക്ക് പാഡിൽ ചെയ്യാം. പിന്നെ നമ്മുടെ ഓൺ കിറ്റ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കിവിടെ നീന്തലിന് ഇറങ്ങാം. ലേക്ക് സൈഡിൽ നല്ല അടിപൊളി ബീച്ച്, കസാരയൊക്കെ ഇട്ട് കിടന്ന് നമുക്ക് കാണാം. പാഡൽ ബോർഡിന്റെ ട്യൂഷൻ അവർ കൊടുക്കുന്നുണ്ട്. സെയിലിങ്ങിന്റെ കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ട്. ഹോളിഡേ ആക്ടിവിറ്റീസ് ഒരുപാട് കാര്യങ്ങൾ അവർ ഓഫർ ചെയ്യുന്നുണ്ട്. കുട്ടികൾക്കായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ക്ലൈംബിംഗ് വാളുണ്ട്. അങ്ങനെ നമുക്ക് ഹൈക്കിംഗ് പഠിപ്പിക്കുന്നുണ്ട്. അമ്പും വില്ലും പഠിപ്പിക്കുന്ന ആർച്ചറി ക്ലാസ്സസും ഉണ്ട്. സൺഡേ സെയിലിംഗ് ഉണ്ട്. ഒരുപാട് പാർട്ടീസും ഈവെന്റ്സും കാര്യങ്ങളും എല്ലാം ഇവരുടെ ഓർഗനൈസ് ചെയ്യാറുണ്ട്. കിഡ്സിനായിട്ട് ഒരു അക്വാ പാർക്കിന്റെ സെക്ഷൻ വേറെ ഉണ്ട്. പിന്നെ ഒക്കെ പോരാഞ്ഞിട്ട് ബാർബക്യൂ ക്യാബിനും വെൽനസ് സെന്ററും ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ എത്തിയ ദിവസത്തിലെ ആക്ടിവിറ്റീസിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ല ഗൈസ്. അപ്പൊ ഇത്രയധികം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങൾ ചെന്ന സമയത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മുൻകൂട്ടി ബുക്ക് ചെയ്യാത്തതുകൊണ്ടും ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു 3 ദിവസമുള്ളത് ആ ദിവസം വരാഞ്ഞത് കൊണ്ടും ഞങ്ങൾക്ക് ഇതൊന്നും ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങൾ ചോദിച്ചായിരുന്നു ബോട്ടിങ്ങിനെ കുറിച്ച്. അപ്പോൾ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു, വേണ്ട ബോട്ടിങ് ചെയ്യണ്ട, വേണമെങ്കിൽ ആ വരുന്ന ആളുടെ അടുത്ത് സംസാരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ വരുന്ന ആ ചുവന്ന ഡ്രസ് ഇട്ട ഒരു പുള്ളിക്കാരനെ ഇപ്പോൾ കാണാം നിങ്ങൾക്ക്. ആ പുള്ളിക്കാരൻ്റെ അടുത്താണ് അത് സംസാരിക്കേണ്ടത്. ഞാൻ പോയി സംസാരിച്ചു. ആ പുള്ളിക്കാരൻ്റെ അടുത്ത് പറഞ്ഞു അത് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. നൈസായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നീങ്ങി രണ്ടുപേരും പതുക്കെ നടന്നു. മറലക്കൂടെ വരികയാണെങ്കിൽ അത്യാവശ്യം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കയറി. നമുക്ക് ഇന്ന് ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാനുള്ള ടൈം ഇല്ല ഇവിടെ. അത് മാത്രമല്ല ഇന്ന് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല ഇവിടെ. ഏറെക്കുറെ എല്ലാം ഓവറാണ്. നമ്മൾ നേരത്തെ പ്രീ ബുക്ക് ചെയ്ത് വരികയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ ഇവിടെ എൻജോയ് ചെയ്ത് പോവാം. അങ്ങനെ നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുമ്പോൾ ഇവൾക്ക് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവളുടെ പട്ടിഷോയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കൊടുത്തപ്പോൾ ഊക്കിബായ്ക്കും ഒരേ നിർബന്ധം, പുള്ളിക്കാരനും വേണം ഫോട്ടോസും വീഡിയോസും. അങ്ങനെ അതൊക്കെ എടുത്ത് കൊടുത്ത് നമ്മൾ പതുക്കെ അവിടെ നടന്നപ്പോൾ ഞാൻ ഇവളുടെ അടുത്ത് പറയേണ്ടായി, എൻ്റെ ഷോർട്സിൽ പറഞ്ഞ പോലെ ഒരു മെഡിറ്ററേനിയൻ ഫീലായിരുന്നു നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. ഗ്രീസിലെ ഒക്കെ എത്തിയ പോലത്തെ ഒരു നൈസ് ഫീല്. നല്ല കാറ്റും ഉണ്ടായിരുന്നു ഗൈസ്. അതൊക്കെ നമ്മൾ അത്യാവശ്യം എൻജോയ് ചെയ്തു.
ഗൈസ് അപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞ് പോവാണ്. ഇന്നിന് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല. എന്തായാലും പോകുന്ന വഴിക്ക് ചെറിയൊരു വീഡിയോ എടുക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്നും പതുക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ഇനി ഈ മല കയറണം തിരിച്ച് പോകണമെങ്കിൽ. പോകുന്നതിന് മുന്നേ ഇവൾക്ക് ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ പോയിട്ട് വന്നു. അപ്പോൾ ഓൺ ദ മെയിൻ ടൈം ഞാനും മുക്കിബായും കുറച്ച് ഫോട്ടോസ് എടുത്തു. ഇവൾ തിരിച്ചെത്തി. ഇവൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പിന്നെയും കാണിച്ചു കൊടുത്ത് ഞങ്ങൾ പതുക്കെ നടപ്പ് തുടർന്നു. അങ്ങനെ ഞങ്ങൾ മല കയറി തുടങ്ങി. ഈ മല കയറുന്ന സീനാണ് ഈ കാണുന്നത്. അത്യാവശ്യം കുത്തനെ ഒന്നും അല്ലെങ്കിലും നമുക്ക് അത്യാവശ്യം കുത്തനെയുള്ള കയറ്റം പോലെ ഫീൽ ചെയ്യുന്ന ഒരു ഹൈക്കിംഗ് ആയിരുന്നു. അവിടെ നിന്ന് മുകളിലോട്ട് പോകുമ്പോൾ നൈസ് വ്യൂ ആണ്. നമുക്ക് സൈഡ് വ്യൂസ് ഓഫർ ചെയ്തിരുന്നത്. അങ്ങനെ ഇവള് നടക്കുന്നതിൻ്റെ തൊട്ട് പിറകെ ക്യാമറയുമായിട്ട് ഞാനും നടന്നു. ഞങ്ങൾ കുറച്ചധികം ദൂരം ചെന്നപ്പോൾ അങ്ങ് ദൂരെ ഒരാൾ നമ്മളെ നോക്കി കൈ കാണിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളടുത്ത് ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്ത വളരെ ചുരുക്കം ചില മനുഷ്യരിൽ ഒരാളായിരുന്നു ഇയാൾ. അധികം ആൾക്കാരോടെ കണ്ടുമില്ല. പുള്ളിക്കാരൻ കൈ കാണിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഊക്കിബായി ആദ്യം പോയതുകൊണ്ട് തന്നെ അവൻ നിന്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് വിശ്വസിക്കരുത്, അവൻ നിന്നെ ഇട്ടേച്ച് പോകുന്നു. ഞാൻ പറഞ്ഞു അതൊരു വാസ്തവം മാത്രം. അങ്ങനെ പുള്ളിയുടെ അടുത്ത് സംസാരിച്ചു. പുള്ളിയുടെ അടുത്ത് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു പുള്ളി സ്പാനിഷാണ്, ഒരു സ്പാനിഷ് പൗരനാണ് പുള്ളി. ഞാൻ പറഞ്ഞു പുള്ളിയുടെ അടുത്ത് എനിക്ക് സ്പെയിനിൽ വരാൻ താല്പര്യമുണ്ട്, ഞാനൊരു മാഡ്രിഡ് ഫാൻ ആണെന്ന് പറഞ്ഞാൽ എൻ്റെ ടാറ്റോ ഒക്കെ കാണിച്ചു കൊടുത്തു. പുള്ളി പറഞ്ഞു എന്തിനാണ് ബാഴ്സലോണയ്ക്കും സ്പെയിനിലേക്കൊക്കെ പോകുന്നത്, മാഡ്രിഡിലേക്കൊക്കെ പോകുന്നത്? ഈ കാണുന്നതാണ് മാഡ്രിഡ്, അല്ലെങ്കിൽ ഈ കാണുന്നതാണ് ബാഴ്സലോണ, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്, നിങ്ങളിത് എൻജോയ് ചെയ്യൂ, എക്സ്പ്ലോർ ചെയ്യുന്നൊക്കെ പുള്ളി പറഞ്ഞു. പുള്ളിയുടെ അടുത്ത് കുറച്ചധികം നേരം കുശലാന്വേഷണമൊക്കെ നടത്തി ഞാൻ പിന്നെയും പതുക്കെ എൻ്റെ നടപ്പ് തുടർന്നു. പോകുന്ന വഴി പുള്ളി എനിക്ക് ബായ് പറയാനും ഓൾ ദി ബെസ്റ്റ് പറയാനും മറന്നില്ല. അങ്ങനെ പുള്ളി കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ച് ഞങ്ങൾ പിന്നെയും അവിടെ നിന്ന് നടപ്പ് തുടർന്നു. അവിടെ മാപ്പൊക്കെ ഉണ്ട് എങ്ങോട്ടൊക്കെ പോകണം എന്നുള്ളത്. അങ്ങനെ ഇവളും ഞാനും ഊക്കിബായും കൂടി പയ്യെ പിന്നെയും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓൺ ദ വേ നമ്മൾ സൈഡിൽ കാണുന്നത് നമ്മുടെ തടാകമാണ്. അപ്പം ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞു കിച്ചുമോളെ നമുക്ക് ആ തടാകത്തിൻ്റെ അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താലോ. അങ്ങനെ അവിടെ നിന്നുള്ള വ്യൂസാണ് ഗൈസ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്ന വ്യൂ അടിപൊളിയായിരുന്നു. ആ ഒരു പോയിന്റിൽ നിന്നും ക്യാമറയ്ക്ക് അത് എത്രത്തോളം ഒപ്പിയെടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഇത് സൂപ്പറായിരുന്നു. ഇവിടെ നിന്നുള്ളൊരു എക്സ്പീരിയൻസ്, നല്ല കാറ്റും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളിവിടെ വിസിറ്റ് ചെയ്തതിൻ്റെ ഒരു താങ്ക്സ് ഗിവിങ് കാർഡ് പോലത്തെ ഒരു സംഭവത്തിൻ്റെ അടുത്തു നിന്നും ഇവൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ സെൻറ്റ് ആൻഡ്രൂസ് ലേക്സിൻ്റെ ഒരു ചെറിയ ബോട്ട് പോലത്തെ ഒരു സെറ്റപ്പ് അവിടെ കണ്ടു. അവിടെ കുറേ വീടുകളൊക്കെ ഉണ്ട്. എൻ്റെ അടുത്ത് കണ്ട വഴിക്ക് കിച്ചുമോള് പറഞ്ഞു ഇവിടെ താമസിക്കുന്നവരൊക്കെ എന്ത് ഭാഗ്യവാന്മാരല്ലേന്ന്. ഞാൻ പറഞ്ഞു നല്ല ഭാഗ്യമാണെന്ന് പറഞ്ഞു. ഈ കാണുന്ന വ്യൂ അടിപൊളിയായിട്ടില്ലേ ഗൈസ്. അങ്ങനെ തിരിച്ചെത്തി ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുന്നത്. എനിവേ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മാത്രം നിങ്ങൾ എൻ്റെ വീഡിയോസ് കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ. Wow, 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 wow.